ഒരു അലൈഡ് ഹെൽത്ത് പ്രൊഫഷണലിന് എങ്ങനെ കുവൈറ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടും കാണണം, സ്കിപ്പ് ചെയ്യാണ്ട്. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി പോയിന്റ്സ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യുക. കാരണം മിക്ക ആൾക്കാരും അലൈഡ് ഹെൽത്ത് പ്രൊഫഷൻ അത് അവർ അലൈഡ് ഹെൽത്ത് കോഴ്സ് പഠിക്കുന്നു, അതിനുശേഷം അവർ ഒരു തെറ്റിദ്ധാരണയുണ്ട് ആ കോഴ്സ് സർട്ടിഫിക്കറ്റ് ആണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നൊരു മിസ്കൺസെപ്ഷനും ഉണ്ട്. അപ്പോൾ അതല്ല, നമുക്ക് AAHPയുടെ അസോസിയേഷൻ ഓഫ് അലൈഡ് ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ട്. ഇനി റേഡിയോഗ്രാഫേഴ്സ് ആണെങ്കിൽ ISRTC ഉണ്ട്. ഒപ്റ്റോമെട്രിസ്റ്റിന് ഇന്ത്യൻ ഒപ്റ്റോമെട്രി കൗൺസിൽ, ഒപ്റ്റോമെട്രി കൗൺസിൽ ഓഫ് ഇന്ത്യ, അങ്ങനെയുള്ള രജിസ്ട്രേഷൻ ഉണ്ട്. പിന്നെ PCI പാരാമെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. ഇതൊക്കെ അലൈഡ് ഹെൽത്തിൻ്റെ അക്സെപ്റ്റൻസ് ഉള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്സ് ആണ്. സോ ഇത് നിങ്ങൾ ഒബ്റ്റെയിൻ ചെയ്യുക ഏറ്റവും ആദ്യം. പിന്നെ കുവൈറ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽ ആവുമ്പോൾ നിങ്ങൾക്ക് മിനിമം ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ആഫ്റ്റർ രജിസ്ട്രേഷൻ. നിങ്ങളുടെ അലൈഡ് ഹെൽത്ത് രജിസ്ട്രേഷൻ ശേഷമായിരിക്കണം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. ചിലർ പഠിച്ചിറങ്ങി കുറേ വർഷമായിട്ടുണ്ടാവും. പക്ഷേ ഈ റീസെൻ്റ്ലി ഒക്കെ മൈഗ്രേഷൻ ചെയ്യാൻ പ്ലാൻ വരുമ്പോൾ നമ്മളിങ്ങനെ വിളിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല എന്ന് അവർക്കത് കൺഫ്യൂഷനാണ്. അപ്പോൾ അങ്ങനെ റീസെൻ്റ്ലി നമ്മൾ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് എടുത്ത ശേഷം നമുക്ക് എക്സ്പീരിയൻസ് വേണം. അപ്പോൾ അത് എപ്പോഴും ഓർക്കുക. നമ്മളൊരു കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഏതൊരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയാലും ആ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഹെൽത്ത് ലൈസൻസ് എടുക്കുക എന്നുള്ളത് വെരി മാൻഡേറ്ററി. എങ്കിലേ നമ്മളൊരു രജിസ്റ്റേർഡ് പ്രൊഫഷണൽ ആവത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ് നമ്മുടെ എംബസി അറ്റസ്റ്റേഷൻ ആണ്. അതെ, നമുക്ക് ഇത് ഡേറ്റ ഫ്ലോ വരുന്നുണ്ട്, അതിനുശേഷം എംബസി അറ്റസ്റ്റേഷൻ ആണ് വരുന്നത്. ഡേറ്റ ഫ്ലോയ്ക്ക് 30 വർക്കിംഗ് ഡേയ്സിൻ്റെ ഡ്യൂറേഷൻ വരും. എംബസി അറ്റസ്റ്റേഷൻ കുവൈറ്റിൻ്റെ ഒരു 25 വർക്കിംഗ് ഡേയ്സ് 30 വർക്കിംഗ് ഡേയ്സിലേക്ക് കിട്ടും. കുവൈറ്റ് ഇപ്പോൾ കുറച്ച് ഡിലേ ആണ് എംബസി. അപ്പോൾ സബ്മിഷൻ എത്ര ഡോക്യുമെന്റ്സ് സബ്മിഷൻ പോകുന്നു എന്നുള്ള ബേസിസിലായിരിക്കും ഇപ്പം ഡോക്യുമെന്റ് റിലീസ് ആയി കിട്ടുന്നത് ആഫ്റ്റർ അറ്റസ്റ്റേഷൻ. അതൊരു നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ ഡോക്യുമെന്റ്സ് നമുക്ക് വേണ്ടത് നിങ്ങളുടെ ഡിഗ്രി, ഓൾ ഇയർ മാർക്ക് ഷീറ്റ്, ദെൻ കോഴ്സ് കംപ്ലീഷൻ, ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അത്, പിന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഗുഡ് സ്റ്റാൻഡിങ് മാൻഡേറ്ററി ആയിട്ട് വേണം. അത് AAHPയുടെ തന്നെ ഗുഡ് സ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് നിങ്ങളുടെ പാസ്പോർട്ട് കോപ്പി, മെയിൽ ID, മൊബൈൽ നമ്പർ, അഡ്രസ്സ്, ഇത്രയാണ് ഡീറ്റെയിൽസ് വേണ്ടത്. പിന്നെ അലൈഡ് ഹെൽത്തിൻ്റെ കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ചില ടൈറ്റിൽസിന് എക്സാമിനേഷൻ ഇല്ല കുവൈറ്റിൻ്റെ പ്രോമെട്രിക്, പക്ഷേ ചില ടൈറ്റിൽസിന് എക്സാമിനേഷൻ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് വരുന്ന ടൈമിൽ നമ്മൾ ചെക്ക് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ്, ഞങ്ങളത് റെസ്പോണ്ട് ചെയ്യാവുന്നതാണ്. പിന്നെ കോച്ചിങ് വേണ്ടവർ എന്തായാലും നമ്മളെ കോൺടാക്ട് ചെയ്യണം. എല്ലാ ടൈറ്റിൽസിൻ്റെയും കോച്ചിങ് നമുക്ക് അലൈഡ് ഹെൽത്തിൻ്റെ ഉണ്ട്, ഡയറ്റീഷ്യൻ്റെ ഉണ്ട്, OT അനസ്തേഷ്യ ഉണ്ട്, ഡയാലിസിസ്, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, എല്ലാം, റേഡിയോഗ്രാഫേഴ്സ്, അങ്ങനെ ഫുൾ പാക്കേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അറൗണ്ട് ഒരു 50 വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ് ആണ്, ലൈവ് സെഷൻസ് ആയിരിക്കും. പിന്നെ വീക്ക്ലി ട്യൂട്ടറുമായിട്ട് നമ്മളൊരു സെഷൻ വെക്കും, ഒരു എന്താ പറയുക ഡൗട്ട് ക്ലിയറൻസ് സെഷൻ പോലെ. പിന്നെ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ, അങ്ങനെ എല്ലാം വന്നിട്ടുള്ളൊരു മെത്തേഡ് ആണ് ആ ഒരു കോച്ചിങ്ങിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ കുവൈറ്റ് എംബസി അറ്റസ്റ്റേഷനാണ് പിന്നെ ഉള്ളൊരു മെയിൻ പ്രോസസ്സ്. അതിൽ നിങ്ങളുടെ മെയിൻ ഡിഗ്രി സർട്ടിഫിക്കറ്റും അതിൻ്റെ ഫൈനൽ ഇയർ മാർക്ക് ഷീറ്റും രജിസ്ട്രേഷൻ, അങ്ങനെ എല്ലാം കുവൈറ്റിനാകുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സർട്ടിഫിക്കറ്റും എംബസിയിൽ അറ്റസ്റ്റ് ചെയ്യണം. ഡൽഹിയിലുള്ള കുവൈറ്റ് എംബസി വഴിയായിരിക്കും അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു അലൈഡ് ഹെൽത്ത് പ്രൊഫഷണലിന് കുവൈറ്റ് മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ, ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.